ഹലോ ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഹെവൻ ഓഫ് പ്ലാൻസിൻ്റെ ഒരു പുതിയ നല്ല വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ക്ഷമ ചോദിക്കട്ടെ, നമ്മൾ വീഡിയോ എടുത്ത ടൈമിലേ വോയിസ് റെക്കോർഡായില്ല കേട്ടോ. അതുകൊണ്ടാട്ടോ വോയിസ് ഓവർ ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വെക്കേഷനൊക്കെ ആയി കാണുമല്ലോ അല്ലേ? ഇവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കഴിഞ്ഞ ദിവസം ബജൂസ് എന്നോട് ചോദിക്കുകയാണേ, അമ്മ എനിക്ക് കുറച്ച് സേവിങ്സ് ഒക്കെ വേണം, അപ്പായും അമ്മയും തരണ്ട, എനിക്ക് ഞാനായിട്ട് ഉണ്ടാക്കിയാലോ, എന്നേലും ഒരു ഐഡിയ പറയൂ മാതാശ്രീ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്കൊന്ന് കൃഷി തുടങ്ങിയാലോ, നമുക്കും സന്തോഷം, ഒപ്പം നിനക്ക് കുറച്ച് പോക്കറ്റ് മണിയും ആകുമല്ലോ. എന്തായാലും ഞങ്ങളുടെ ചെറുക്കൻ്റെ ആഗ്രഹത്തിൻ്റെ ഒപ്പം കട്ടയ്ക്ക് സപ്പോർട്ടിന് ഞാനും അത്താനും ഉണ്ട് കേട്ടോ. ആദ്യപടി നമ്മൾ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി, ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങളോടൊപ്പം ആകാമെന്ന് കരുതി കേട്ടോ. എൻ്റെ കുട്ടിപ്പട്ടാളങ്ങളെ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യപടി ചീരയും പയറും മുളകും ആണ്. കൂട്ടത്തിൽ ഇടവിളയുമുണ്ട്, നമ്മുടെ തണ്ണിമത്തനുമുണ്ട്. ഇതിനെല്ലാം സപ്പോർട്ടായിട്ട് നമ്മുടെ പെൺപിള്ളേരും ഉണ്ട് കേട്ടോ. രണ്ടുപേരും കട്ടയ്ക്ക് അണ്ണൻ്റെ കൂടെ ഉണ്ട്. അണ്ണ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ ധ്വനി ഓട്ടമാണ് കേട്ടോ. കുഞ്ഞു മൺവെട്ടിയും എടുത്ത് അവൾ ആവും വിധം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ആവേശം കൂടി തുടങ്ങിയപ്പോൾ ചിത്തിയും പാട്ടിയും ഒക്കെ ഒപ്പം കൂടിയിട്ടോ. വിത്ത് മുതൽ വിളവ് വരെ എന്നുള്ള ഈ കൃഷിപ്പാഠത്തിൻ്റെ എല്ലാ പാഠങ്ങളും ആസ്വദിക്കാൻ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഒന്ന് കൂടണേ. നമ്മുടെ പച്ചക്കറികൾ നമ്മൾ പുറത്ത് നിന്ന് വാങ്ങില്ല എന്നൊരു തീരുമാനം എടുത്താലുണ്ടല്ലോ, തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഒക്കെയുള്ള ഈ വിഷമുള്ള പച്ചക്കറികളെ നമുക്ക് നമ്മുടെ വീടിന് പുറത്ത് നിർത്താം. ഞാനിതൊക്കെ എപ്പോഴും ഓരോന്ന് ചെയ്യുമ്പോഴും എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു, ഇനി ആരെ എന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിൽ ഈ മോഹം കയറ്റി തുടങ്ങിയത് ഞാനും അത്താനും കൂടി തന്നെയാണ് കേട്ടോ. എന്തൊക്കെയായാലും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ബജൂസിൻ്റെ കൈകളുടെ ഒരു ശക്തി വളരെ വലുതാണ് കേട്ടോ. സ്റ്റോളുകൾക്കൊക്കെ പോകുമ്പോഴേ അവിടെ എനിക്കെപ്പോഴും കാണാറുണ്ട്, അവൻ്റെ ഉള്ളിൽ എവിടേക്കോ ഒരു കർഷകനുണ്ട് എന്നുള്ളത്. ഇവൻ്റെ ഉള്ളിലുള്ള ഈ കൃഷിയുടെ തീ കെടാണ്ട് സൂക്ഷിക്കാൻ ഞാൻ എന്നാലാവും വിധം ഞാൻ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. മണ്ണൊക്കെ ഇളക്കി ഡോളമേറ്റും ഒക്കെ ഇട്ട് തുടങ്ങി. അടുത്ത് വീണ്ടും മണ്ണുകളൊക്കെ ഒന്ന് കൂട്ടി ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. എല്ലാവരും ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഉഷാറിലാണ്. ഇത് MDMAയുടെ കാലമാണ്. എവിടെ നോക്കിയാലും എവിടെ തിരഞ്ഞാലും ഇതൊക്കെ തന്നെ. ഇതിനൊരു മാറ്റം വേണം. നമുക്ക് നമ്മുടെ കുഞ്ഞു മക്കളെ ഈ കൃഷിയുടെ ലഹരിയിലേക്ക് ഇറക്കി വിട്ടാലോ. മണ്ണറിയുന്ന കുഞ്ഞുമക്കൾ സർവേശ്വരൻ നല്ല ഉയർച്ചയിലേക്ക് എത്തിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല അനുസരണയുള്ള നല്ല ഭക്ഷണശീലമുള്ള കുഞ്ഞുങ്ങളായി വളരട്ടെ. ഇങ്ങനത്തെ കൃഷിയും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ കൃഷിയുടെ പാഠങ്ങൾ ഒന്നൊന്നായി കാണാൻ കൂടെ കൂടിക്കോളൂ കേട്ടോ. ഓക്കേ, ബൈ.